ഇവര് മലപ്പുറത്തെ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഈ പച്ച ഡ്രസ് ഇട്ട ആൾക്കാരാണ് ഇവരെ ടീച്ചേഴ്സാണ് ഇവരാണ് ഇവരെ ഈ മലപ്പുലിയ നൃത്തം പഠിപ്പിച്ചത്. സാധാരണ എല്ലാവർക്കും പരിശീലകന്മാരൊക്കെ ഉണ്ടാവും. നിങ്ങൾ എവിടെ നിന്ന് ഇത് പഠിച്ചത്, ഈ ഡാൻസ് പഠിച്ചത്? നമ്മളെ ടീച്ചർ എന്ന് പറഞ്ഞു. ഞങ്ങൾ ശരിക്കും ആരും ആധികാരികമായിട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ ഈ കല ഇങ്ങനെ കൊണ്ടുവന്നപ്പം നമ്മുടെ സ്കൂളിൽ നിന്ന് അതൊന്ന് വരണം എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ യൂട്യൂബ് ചാനലിലും ഈ ഒരു ട്രൈബൽ ഡാൻസിനെ കുറിച്ച് ചെറിയൊരു പഠനം നടത്തി കുട്ടികൾക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അത് കൊടുത്തു. പിന്നെ അത്രയും കഴിവുള്ള അവരെ കൊണ്ട് പറ്റാവുന്നതിന് മാക്സിമം അവരും ചെയ്തുകൊണ്ട് മാത്രം ഇവിടെ വരെ എത്തി. ഈ സംഗീതം ഇല്ലാത്തൊരു നൃത്തം അതാണ് മലപ്പുലി ആട്ടം. അപ്പോൾ ഈ ബാക്കിയുള്ള വാദ്യങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പേരും അതിൻ്റെ ഒരു ചരിത്രമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എന്താ? ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു പ്രിപ്പറേഷൻസും കാര്യമായിട്ടില്ലാതെ പൂജ്യത്തിൽ നിന്ന് വന്ന ആൾക്കാർ. ഞങ്ങൾക്കൊരു ഫണ്ട് ഇറക്കിയിട്ട് ഒരാൾ പഠിപ്പിക്കാനോ അങ്ങനത്തെ ഒരു സോഴ്സും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ തൊട്ടടുത്തുള്ള ഏരിയയിലൊക്കെ കിട്ടുന്ന ചില ഈ നാടൻ പാട്ടുമൊക്കെ ആയിട്ടുള്ള ആൾക്കാരടുത്തൊക്കെ അന്വേഷിച്ച് കുറേ ഗൂഗിൾ ഇതൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ആക്കിയത്. മലപ്പുറത്ത് ഏത് സ്കൂളിൽ നിന്നായിരുന്നു? ഞങ്ങൾ കോട്ടൂർ AKM ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടക്കൽ. സ്റ്റേജിൽ തകർത്താടിയ ആൾക്കാരാണ് ഈ നിരന്ന് നിൽക്കുന്നത്. എടാ, നിങ്ങളുടെ കൊട്ടടിപൊളിയായിരുന്നു. ഇതെങ്ങനെ പഠിച്ചെടുത്തു? ഞങ്ങൾ സാധാരണ വീഡിയോ കണ്ട് അങ്ങനെ പഠിച്ചതാണ്. പിന്നെ ഇവന് കൊട്ടുന്ന ആളാണ്, കൊട്ടാൻ പഠിച്ചിട്ടുണ്ട്. കൊട്ടിനെ പഠിച്ചിട്ടുണ്ട്. അമൽദേവ്. അമൽദേവ് അല്ലേ മറ്റേ സ്പീഡിലുള്ള കൊട്ട് കൊട്ടിയത്? അതെങ്ങനെ കൊട്ടൊന്ന് കാണിച്ചേ, ഒന്ന് കൊട്ടി. അപ്പൊ ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവില്ലേ? ഇത് എന്തിന്റെ തോല് കൊണ്ട് ഉണ്ടാക്കിയതാ? പോത്തിന്റെ തോല് കൊണ്ട്. ഇതിന് തമ്പോല എന്നാണ് പറയാ ശരിക്കും, പക്ഷെ ഇത് വേറൊരു ടൈപ്പ് ഇനത്തിലുള്ളൊരു സാധനമാണ്. ഇതിന്റെ കറക്റ്റ് പേരിക്കറിയില്ല. ഇത് ആടിന്റെ തോല് കൊണ്ട് ഉണ്ടാക്കിയത്. പോത്തിന്റെ തോല്. ഈ ഉപകരണത്തിന് എന്താ പറയാ? ഇപ്പൊ നിങ്ങളുടെ കോസ്റ്റ്യൂംസ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് അല്ലേ? പിന്നെ ഇവിടെ എന്തൊക്കെയോ കുറെ കുത്തൊക്കെ ഉണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ചരിത്രം ഉണ്ടാവുമല്ലോ. മാർ പറഞ്ഞ പോലെയാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ഇതേമാതിരി തുടങ്ങിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു. ഇതേമാതിരി മൈക്കിൽ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പുതിയൊരു ഐറ്റം താല്പര്യമുള്ളവർ വരിക പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നു. അല്ലാതെ നമുക്ക് ഡ്രസ്സിങ് ഒന്നും അറിയില്ല. നമ്മൾ മിസ്സുമാർക്ക് ഇഷ്ടപ്പെട്ട കളർ എടുത്തു, നല്ല കളറാണ് പറഞ്ഞു, മിസ്സുമാരെടുത്തു, അത്രേ ഉള്ളൂ. ഈ പൊട്ടിന് വെച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അത് ഓരോ അത്രയാ നമുക്കത്ര അറിയുള്ളൂ. പിന്നെ മിസ്സുമാരും അധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിൽക്കുന്നത്. അപ്പൊ പരിശീലിപ്പിക്കാൻ പ്രത്യേകിച്ച് ഒരാളില്ലാതായിട്ടും നിങ്ങൾ ഇത്രയും സൂപ്പറായിട്ട് ഇവരെ പരിശീലിപ്പിച്ചെടുത്തു. അപ്പൊ നിങ്ങൾക്ക് വേണം ഒരു കയ്യടി തരാൻ. എല്ലാവരും ഒരു കയ്യടി കൊടുത്തോ. മലപ്പുറത്ത് നിന്നെത്തി ഈ ടീം വേറൊരു ലെവലാണ്. പരിശീലിപ്പിക്കാൻ ഒരു ഇല്ലാതെ ഇരുന്ന സ്കൂളിൽ നിന്നാണ് ഇവർ വരുന്നത്. ടീച്ചേഴ്സ്, അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ് ഇവരെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. സന്തോഷിനോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ, ന്യൂസ് 18.